സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദനാണെങ്കിൽ ഋഷി മരിച്ചു എന്ന് കെവിൻ വിളിച്ചു പറഞ്ഞതും ആകെ സമനില തെറ്റി ആ നിമിഷം തന്നെ ഋഷിയെ കാണാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട്. എന്നാൽ ദേവികയും സിദ്ധാർത്ഥനും പ്രഭാവതിയും എല്ലാവരും ചേർന്ന് തടയുമ്പോൾ എനിക്ക് ഈ നിമിഷം തന്നെ കെവിനെ കാണണം, അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ കെവിനെ വിളിച്ച് കാര്യം തിരക്കുന്നുണ്ട് സിദ്ധു. രാത്രി അത്യാവശ്യമായിട്ട് വല്ല മീറ്റിങ്ങും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നു, ഇല്ല, നാളെ രാവിലെ വന്നാലും മതിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്ന സമയത്ത് അതായിരിക്കും നല്ലത്. നന്ദനാണെങ്കിൽ അല്പം സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സിദ്ധു. ഋഷിക്ക് പ്രത്യേകിച്ച് ആപത്തൊന്നും സംഭവിച്ച യാതൊരു മട്ടുമില്ല. കെവിനും ഋഷിയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം കെവിൻ ഇത്രയും നാൾ ദേവിക MLA ആയതും ചന്ദ്രോത്ത് വീട്ടിലുണ്ടായ ഓരോ ദുരന്തങ്ങളും നേട്ടങ്ങളും എല്ലാം അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും വെളിച്ചത്ത് വന്നിട്ടോ അല്ലെങ്കിൽ ദേവികയോ നന്ദുവിനെ ഒന്ന് വിളിച്ച് അഭിനന്ദിക്കുകയോ സമാധാനപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. വിഷമത്തിലും സന്തോഷത്തിലും ഇപ്പോൾ പെട്ടെന്ന് ദേവിക ഒരു MLA ആയി മാറിയതിന് ശേഷം ബിസിനസ്സിൻ്റെ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടിയിട്ട് നന്ദനെ ക്ഷണിക്കുന്നു. നന്ദനാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും ബിസിനസ്സിന് വേണ്ടിയിട്ട് ചിലവാക്കണ്ട. അങ്ങനെ പല കാര്യങ്ങളും കൂട്ടി ആലോചിക്കുമ്പം അരുന്ധതിയും ഋഷിയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു നാടകത്തിൻ്റെ ഭാഗമാണോ ഇതെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും ഋഷി ഏത് വിധേനയും പ്രഭാവതിയും സിദ്ധുവിനെയും നന്ദുവിനെയും ദേവികയും തകർക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടെ നിൽക്കുന്നതായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. കോള് വിളിച്ചപ്പോൾ പോലും നന്ദുവിൻ്റെ അവസാനത്തെ അടിയാണ് ഋഷിയുടെ മരണത്തിന് കാരണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ശ്വാസമുട്ടിനെ തുടർന്നുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് ഋഷി മരിക്കാൻ ചിലപ്പോൾ കാരണമായത് എന്നൊരു വാക്കല്ല പറഞ്ഞത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ അവിടെ തന്നെ പൂട്ടിയിട്ടതും കെവിനും കൂട്ടരും ചേർന്ന് തന്നെയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ ഒരു കൊലക്കുറ്റത്തിന് ഉത്തരവാദിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ പ്ലാനെന്നറിയില്ല. എന്തായാലും നമ്മുടെ ദേവികയ്ക്ക് ഇന്ന് ശാരികയുടെ കോളേജിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. അർജൻറ്റായിട്ടുള്ള മീറ്റിംഗ് എന്ന് മാത്രമല്ല MLA ദേവികയെ, അതായത് ശാരികയുടെ ചേച്ചിയെ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നുള്ള കാര്യം പ്രിൻസിപ്പൽ ഉൾപ്പെടെ നേരിട്ട് കണ്ട് ശാരികയ്ക്ക് റിക്വസ്റ്റ് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ദേവിക കോളേജിൽ വരാതിരുന്നാൽ അതിൻ്റെ നാണക്കേട് ശാരികയായിരിക്കും ബാധിക്കുന്നത്. കോളേജിലെ പല പ്രോഗ്രാമുകളും മുന്നേ കൂട്ടി തയ്യാറാക്കുക എന്ന് മാത്രമല്ല, ദേവിക MLA ആയതിനു ശേഷം ശാരികയ്ക്ക് കോളേജിൽ ഒരു പ്രത്യേക നിലയും വിലയൊക്കെ കിട്ടുന്നുണ്ട്. അത് ദേവിക കാരണം ഇല്ലാതാക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നന്ദുവിനെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്ന ആവശ്യവുമായിട്ടാണ് ദേവിക പല പ്രോഗ്രാമുകളും ക്യാൻസൽ ചെയ്ത് നിൽക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം അതുവഴി കോളേജിൽ കയറാമെന്നായിരുന്നു നമ്മുടെ ദേവികയുടെ പ്ലാനിങ്. മുരളിയെ വിളിച്ച് കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നന്ദനെ കാണാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ നന്ദു തലേ ദിവസത്തേക്കായും കൂടുതൽ വയലൻ്റായിട്ടാണ് കാണപ്പെടുന്നത്. മാനസികമായി താളം തെറ്റിയ ഒരു മനുഷ്യൻ്റെ മാനസിക പ്രയാസമാണ് നന്ദുവിൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നന്ദു ആണെങ്കിൽ പുറമേ വലിയ വർത്താനവും ദേഷ്യവും വാശിയൊക്കെ കാണിക്കുമെങ്കിലും ഉള്ളിൽ വെറും ഒരു പാവം പുള്ളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഇമോഷനും വളരെ ആഴത്തിൽ മനസ്സിൽ തട്ടുന്ന ഒരു പ്രകൃതക്കാരനായതുകൊണ്ട് താൻ കാരണം ഋഷിയുടെ ജീവൻ ഇല്ലാതായോ, അരുന്ധതി മേഡത്തിൻ്റെ ഏക മകനാണ് ഋഷിയെന്നും തൻ്റെ അമ്മ കാരണമാണ് ഇത്രയും വർഷം ഋഷിയും അരുന്ധതിയും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, താൻ കാരണം അവരുടെ ഏക മകനെ ഇല്ലാതാക്കി ആ കുടുംബം മൊത്തത്തിൽ നശിപ്പിച്ചോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് നന്ദന്. നന്ദൻ ഇത്രയധികം മാനസിക പ്രയാസം നേരിടുന്നു എന്നുള്ള കാര്യം ദേവികയോടോ മുരളിയോടോ ആരുടെയും തന്നെ പറഞ്ഞിട്ടില്ല. ആരുടെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു സമാധാനം കണ്ടെത്തിയേനെ. കെവിനും ഋഷിയും കൂടെ പിരിച്ച വലയിൽ നമ്മുടെ നന്ദൻ ചെന്ന് പെട്ടു എന്നാണിപ്പോൾ തോന്നിക്കുന്നത്. എന്തായാലും നമ്മുടെ ഋഷിക്ക് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ലീനയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു തുടക്കമാണോ എന്നറിയില്ല. കാരണം ഋഷി എന്തായാലും മരിച്ചു കാണില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ലീനയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സാഹചര്യത്തിൽ നമ്മുടെ ഋഷി ലീനയെ കണ്ടുമുട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതോടെ പ്രഭാവതിയോടും കുടുംബത്തോടുമുള്ള ഋഷിയുടെ പക മാറുമ്പോഴത്തേക്കും മറഞ്ഞിരിക്കുന്ന ഋഷി തന്നെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നന്ദൻ്റെ മേലുള്ള കേസും നൂലാമാലകളും എല്ലാം ഒഴിഞ്ഞ് നന്ദൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ അവസാനിക്കുന്ന ആ സമയത്ത് ഉണ്ടായ ചീത്തപ്പേരും മാറും. നന്ദൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസം ആരുടെയെങ്കിലും തുറന്നു പറയാൻ സാധിച്ചുവെങ്കിൽ ഗിരീഷും മുരളിയും കെവിനും എല്ലാവരും ഉള്ളപ്പോൾ നമ്മുടെ കെവിനെ പ്രതീക്ഷിക്കേണ്ട. മുരളിയും പ്രഭാവതിയും നന്ദനെ സമാധാനിപ്പിക്കാനും നന്ദനെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാനും മാക്സിമം ശ്രമിക്കും. അമ്മയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ പോയ സമയത്താണല്ലോ നന്ദൻ ഇങ്ങനൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ത്യാഗരാജനും കെവിനും ഋഷിയും എല്ലാവരും കൂടി ചേർന്ന് നന്ദനെയും കുടുംബത്തെയും പൂട്ടാൻ ശ്രമിക്കുന്ന ആ സാഹചര്യത്തിൽ, അതായത് ദേവിക MLA ആയതുകൊണ്ട് നിയമപരമായിട്ട് ഒരു കാരണവശാലും
ചന്ദ്രോത്ത് വീട്ടിനെ തകർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അരുന്ധതിയും ഋഷിയും ചന്ദ്രോത്ത് വീട്ടിനെ തകർക്കാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗമായിരിക്കുമോ ഇതെന്നറിയില്ല. MLAയുടെ ഭർത്താവ് ഒരു കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ ഋഷിയെ കാണാതായതിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലോ അറസ്റ്റ് ചെയ്യുകയാണോ ചെയ്തു കഴിഞ്ഞാൽ അതോടെ MLAയും അത് ബാധിക്കും. അപ്പോൾ പാർട്ടിയെയും സ്വാഭാവികമായിട്ട് ഇതെല്ലാം ബാധിക്കും. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം. എല്ലാ പ്രശ്നങ്ങളും ഇതോടെ കലങ്ങി തെളിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കാം. ഋഷിയും ലീനയും ഒന്നാകുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്.